മലപ്പുറംകാരുടെ സ്പെഷ്യലായ മോരുകറിയും ഇറച്ചി വരട്ടിയതുമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായി മോരുകറി റെഡിയാക്കാം. ബീഫ് വരട്ടിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ആദ്യമായി നമ്മൾ ഒരു തേങ്ങ മുഴുവനായി ചിരകി വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം 2 ടീസ്പൂൺ എടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ഇല്ലി വെളുത്തുള്ളി, ഒരു 15 ചീരുള്ളിയും എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് പുളി എടുത്ത് കഴുകി വെക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 5-6 ഇല്ലി കറിവേപ്പില എന്നിവ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരി 1/2 കപ്പ് വെള്ളത്തിലിട്ട് മിക്സിയിൽ അരച്ചാലും മതി. പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് പൊതിരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയും എടുത്തു വെച്ച വെളുത്തുള്ളി, ചീരുള്ളി, മഞ്ഞൾ, ജീരകം എന്നിവ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരക്കുകയാണ്. നല്ലവണ്ണം നൈസായി അരക്കുക. കറിയിൽ നല്ല കട്ടി കൂട്ടാൻ സഹായിക്കും. പിന്നെ നമ്മളൊരു പാത്രമെടുത്ത് നമ്മൾക്ക് എത്രത്തോളം കറി ആവശ്യമാണ് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ചേർക്കുക. നേരത്തെ വെള്ളത്തിലിട്ട പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുക. തിളച്ചതിന് ശേഷം 5-6 കറിവേപ്പില ഇല്ലി അടക്കം ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഞാനിവിടെ 2 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം തിളച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ച അരിപ്പൊടി കലക്കിയ വെള്ളം പാർന്ന് നല്ലവണ്ണം ഇളക്കുക. കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ നല്ലവണ്ണം തിളപ്പിച്ച് ഇളക്കി വേവിക്കുക. അരിപ്പൊടി വെന്ത ശേഷം നേരത്തെ അരച്ച് വെച്ച തേങ്ങ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ മോരുകറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന കറിവേപ്പില ഇനിയും നമ്മൾ ചേർക്കുകയാണ്. 5-6 ഇല്ലി. തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നല്ല അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട്. ബീഫ് വരട്ടിയ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ചാനൽ ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.